ആശാമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആശാസമരത്തിൽ സമവായമുണ്ടാക്കാൻ സർക്കാർ അടിയന്തരമായി ശ്രമിക്കണമെന്ന് പ്രശസ്ത കവി മാധവൻ പുറച്ചേരി പറഞ്ഞു. മെയ് 5 കാസർഗോഡ് നിന്നാരംഭിച്ച ആശാമാരുടെ രാപ്പകൽ സമരയാത്രയുടെ കണ്ണൂർ ജില്ലാ പര്യടനം പയ്യന്നൂർ പെരുമ്പയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമരക്കാർക്കും സർക്കാരിനുമിടയിൽ, സ്റ്റേറ്റിനുമിടയിൽ ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം പോലും നടത്താതെ സമരം പിൻവലിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, കേരളം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളും നടത്തിയ സമരഭരിതമായ ഒരു പാരമ്പര്യത്തിന്റെ അന്തരീക്ഷത്തിൽ രൂപീകൃതമായ ഒരു സംസ്ഥാനം കൂടിയാണ്. അതുകൊണ്ടാണ് മൂന്നും കൂട്ടി മുറുക്കിയപ്പോൾ ചുവന്നുപോയി എന്ന് കവി പറയുന്നത്. അങ്ങനെ സമരഭരിതമായ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിന്റെ പിറവിയാണ് എല്ലാ സർക്കാരുമെന്ന് അതത് സർക്കാരുകൾ ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. സമരം സംഘടിപ്പിക്കുന്നത് ഏത് സംഘടന എന്നുള്ളതല്ല പ്രസക്തം. പകരം സമരത്തിൻ്റെ ന്യായമായ ആവശ്യമാണ് സർക്കാർ കാണേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയ സമരയാത്രയെ കേരയിൽ സമരനായികമാരായ പി പത്മിനി, യശോദാമ്മ എന്നിവർ യാത്രാ ക്യാപ്റ്റൻ MA ബിന്ദുവിനെ ഹാരമണിയിച്ചു സ്വീകരിച്ചു. തുടർന്ന് സമരയാത്ര പ്രകടനമായി പെരുമ്പയിൽ എത്തിച്ചേർന്നു. സ്വാഗത സംഘം ചെയർമാൻ K ജയരാജ് സ്വീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം സമാഹരിച്ച സംഭാവന സാമൂഹ്യ പ്രവർത്തക M സുൽഫത്ത് സമരയാത്രയ്ക്ക് നൽകി. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റോസിലി ജോൺ, മുസ്ലിം ലീഗ് നേതാവ് VKP ഇസ്മായിൽ, DCC ജനറൽ സെക്രട്ടറി ലളിത ടീച്ചർ, CMB നേതാവ് B സജിത്ത് ലാൽ, വനിതാ ലീഗ് നേതാവ് ഷമീമ, TP പത്മനാഭൻ മാസ്റ്റർ, ലോഹ്യ വിചാരവേദി പ്രതിനിധി K രാജീവ് കുമാർ, CPIML റെഡ് സ്റ്റാർ നേതാവ് വിനോദ് കുമാർ രാമന്തളി, ഭഗത് സിംഗ് പൊളിറ്റിക്കൽ ഫോറം പ്രതിനിധി മുരളി, പരിസ്ഥിതി പ്രവർത്തകൻ N സുബ്രഹ്മണ്യൻ, INTUC സംസ്ഥാന കമ്മിറ്റി അംഗം K വിജയൻ, EP ഉണ്ണികൃഷ്ണൻ, KK ഫൽഗുനൻ, നിഷി ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.